ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഓണം സെലിബ്രേഷനിലെ ഓണത്തിലുള്ള സദ്യക്കുള്ള കറികൾ റെഡിയാക്കാൻ പോകുന്നു. കാബേജ് ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ചേന, മത്തനുണ്ട്. വാളമ്പുളേനെ കളിയാക്കുന്ന കേട്ടോ. ഇതെന്ത് സാധനം? മത്തൻ. ഞാൻ മത്തൻ എന്നാ പറഞ്ഞേ. മത്തൻ. ഇത് കുമ്പളങ്ങ, ഇത് പടവലം, ഇത് വാഴയ്ക്ക, പിന്നെ മുരിങ്ങയ്ക്ക, പിന്നെ ബീൻസ് തോരാൻ വെക്കാം. ബീൻസ് വെള്ളത്തിട്ടിട്ടുണ്ട്. പിന്നെന്താ ഉള്ളത്? ഇതല്ലേ ഉള്ളൂ. യെസ് ഗൈസ്, അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് സദ്യ റെഡിയാക്കണം. പിന്നെ പുളിയിഞ്ചി ഉണ്ടാക്കാനുള്ള വാളംപുളി വെള്ളത്തിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് സെറ്റായില്ലേ? പിന്നെ അച്ചാറില്ലേ? എനിക്കറിയാം. ഇത് ഇളവനാണ് ഗൈസ്. ഇളവൻ എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഇളവൻ നാട്ടിൽ കിട്ടുന്നത്. അപ്പൊ ഇനി എല്ലാം അരിഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ആക്കിട്ട് ഞാൻ മാത്രം പൊളിയെടുക്കുന്നു. അപ്പൊ ഏകദേശം കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് ഏകദേശം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മിന്നു പരിയുന്ന ബീൻസ് അറിയാലോ അല്ലേ? കറി വെക്കാനത് തോരൻ വെക്കാൻ അറിയാലോ അല്ലേ? ഞാൻ യൂട്യൂബിൽ നോക്കി വെക്കാം. അല്ല സാമ്പാർ. അപ്പോ ബീൻസ് മെഴുക്കുവരട്ടിക്കുള്ള ബീൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അരിഞ്ഞിട്ടുണ്ട്. ക്യാരറ്റ്. അമ്മയുടെ സാമ്പാർ ഒരു അടുപ്പത്ത് വെച്ചു. അപ്പുറത്തെ അടുപ്പത്ത് അവിയൽ. അവിയലിനും സാമ്പാറിനും ശേഷം കൂട്ടുകറി അടുപ്പത്തായിട്ടുണ്ട്. അവിയൽ കൂട്ടുകറിക്കുള്ളത്. ഇത് സാമ്പാർ. ഇത് കൂട്ടുകറി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ചായ. എന്താ ഉണ്ടാക്കുന്നേ പറഞ്ഞു കൊടുക്കമ്മേ. പുളിഞ്ചി കറി. മറ്റേ മധുരക്കളി എന്നൊക്കെ പറയില്ലേ, പൈനാപ്പിൾ കൊണ്ടുള്ള അതോട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. ഇത് കടുകൂട്ടി അല്ലല്ലോ. അയ്യോ അല്ല, The next day. ഓണാഘോഷ പരിപാടിയുടെ സദ്യവട്ടത്തിന്റെ 2ാം ദിവസം. അപ്പൊ നമ്മുടെ പരിപ്പ് പായസത്തിന്റെ പരിപ്പ് വെന്ത് നമ്മൾ ശർക്കര പാനി ഒഴിച്ചിരിക്കുന്നു ഗൈസ്. നമ്മുടെ ചോറോടെ വെന്തിരിക്കുന്നു ഗൈസ്. അപ്പോൾ അങ്ങനെ 1 മണിയായപ്പോൾ ഞങ്ങൾ 1 മണിയല്ലല്ലോ 1:30 ആയില്ലേ? ഇല്ല മിന്നു, ഞങ്ങൾ ചോറുണ്ണാൻ തുടങ്ങുന്നു. പുറത്തോട്ട് പോകത് ദേ പോകുന്നു. അതെ, നടുക്കോട്ട് ഇരുന്ന കുഴപ്പമില്ല. നല്ല രസമാണ് കാണാം അല്ലേ? എനിക്കിഷ്ടമാണ്.